നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് എ ഗെയിമിംഗ്. ഞാനാണ് നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിന്റെ സ്റ്റോറിയാണ്. നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിന്റെ കഥ തുടങ്ങിയാലോ. ഗെയിമിന്റെ കഥ സൺ ഹൂക്കോങ്ങിനെ കുറിച്ചാണെങ്കിലും ഇതിന്റെ ഒറിജിൻ സ്റ്റോറി ആരംഭിക്കുന്നത് ജേണി ടു ദ വെസ്റ്റ് എന്ന് പറയുന്ന ചൈനീസ് നോവലിൽ നിന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ പാറയിൽ നിന്നാണ് സൺ ഹൂക്കോങ്ങിനെ കിട്ടുന്നത്. പാറയ്ക്കുള്ളിൽ നിന്നും പിറവിയെടുത്തുകൊണ്ട് ഹൂക്കോങ് മറ്റു കുരങ്ങന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവൃത്തികളും വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടുത്തെ ഭരണ ചുമതല രാജപദവി ലഭിക്കുന്നു. എത്ര വലിയ പദവി ഉണ്ടെങ്കിലും എത്ര വലിയ രാജാവാണെങ്കിലും മരണം സംഭവിക്കുമെന്നുള്ള പേടി വൂക്കോങ്ങിനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്മോർട്ടാലിറ്റി തേടി വൂക്കോങ് യാത്ര തിരിക്കുന്നു. എങ്ങനെയാണ് മരണമില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ള യാത്രയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമ്മോർട്ടാലിറ്റി ലക്ഷ്യമാക്കിയുള്ള വൂക്കോങ്ങിന്റെ യാത്രയിൽ വൂക്കോങ് ആദ്യം കണ്ടുമുട്ടുന്നത് ബുദ്ധന്റെ ശിഷ്യന്മാരിൽ ഒരാളായ സുബോധയെയാണ്. വൂക്കോങ് അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പഠിക്കുന്നത് 72 രൂപ മാറ്റം കഴിയാനുള്ള കഴിവുകളും പിന്നീട് മേഘങ്ങൾ കൊണ്ട് പറക്കാനുള്ള കഴിവും. പല കഴിവുകളും അവിടെ നിന്ന് പഠിക്കുന്നു. സ്വന്തമായി പുതിയൊരു ആയുധവും ലഭിക്കുന്നു. അതിന്റെ പേരാണ് റൂയി ജിംഗിൾ ബാങ്. ഇഷ്ടാനുസരണം മാറ്റാൻ കഴിയുന്ന ഒരു ആയുധം. യുദ്ധസമയങ്ങളിൽ വലുതായ ഒരു വടി പോലെയും അല്ലാത്ത സമയങ്ങളിൽ പല്ലിൽ കുത്തുന്ന ഒരു ഈർക്കിളിയുടെ സൈസിലേക്കും മാറ്റാൻ കഴിയുന്നു. ചെവിയുടെ പുറകിൽ വെച്ചാണ് ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ എത്ര നാളത്തേക്ക്? അധികാരമുണ്ടെങ്കിലും താൻ ഒരു സാധാരണ ജീവനാണ്. മരണം വന്നാൽ ഇതെല്ലാം ഇല്ലാതെയാകുമെന്നുള്ള നഗ്ന സത്യം. മന്ത്രശക്തിയും ഭരണവും അധികാരവും ഇതെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ ഈ ഒരു ചിന്ത വളരെയധികം അലട്ടിക്കൊണ്ടിരുന്നു. ഈ ഒരു ചിന്ത തന്നെ അമരത്വം നേടണമെന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ തീവ്രമായി യാത്ര തുടരുന്നു. ഇമ്മോർട്ടാലിറ്റി നേടാൻ വേണ്ടി വൂക്കോങ് കടലിനുള്ളിലെ ഡ്രാഗൺ കിങ്ങിന്റെ കൊട്ടാരം ആക്രമിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മരണ ജനന കാര്യങ്ങൾ എഴുതി വെക്കുന്ന ബുക്കിൽ നിന്നും തന്റെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വൂക്കോങ് മായ്ച്ചു കളയുന്നു. ഇപ്പോൾ വൂക്കോങ് വിചാരിക്കുന്നത് താൻ ഒരു ഇമ്മോർട്ടലായി മാറി എന്നാണ്. പക്ഷേ ഇതറിയുന്ന സ്വർഗത്തിലെ ജേഡംബെയർ അദ്ദേഹത്തിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ വൂക്കോങ്ങിന്റെ കഴിവുകളും മന്ത്രശക്തികളും അറിയുന്ന ജേഡംബെയർ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തി കുതിരകളെ നോക്കുന്ന ചെറിയൊരു ജോലി വൂക്കോങ്ങിന് നൽകുന്നു. ഇത് വളരെ ചെറിയ പദവിയാണെന്ന് വൂക്കോങ് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് വൂക്കോങ്ങിന് വളരെയധികം ദേഷ്യം വരും. വൂക്കോങ് താനാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കുന്നു. പോരാതെ ജേഡംബിയറിന്റെ മന്ത്രഗുളികകൾ മോഷ്ടിച്ച് കഴിക്കുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകില്ല. ഇതൊക്കെ അറിയുന്ന ജേഡംബിയർ ഇവനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചിന്തിക്കുന്നു. വലിയ കഷ്ടമായി ഇവനെയും കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ അടക്കി നിർത്താൻ വേണ്ടി ബുദ്ധനെ കാണാൻ പോകുന്നു. വൂക്കോങ്, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. നിന്നെക്കുറിച്ച് നീ തന്നെ പുകഴ്ത്തി സംസാരിക്കുന്നു. അടക്കം വളരെ പ്രധാനമാണ്. ബുദ്ധന്റെ ഈ വാക്കുകളൊന്നും വൂക്കോങ് ചെവി കൊണ്ടില്ല. എന്റെ കൈപ്പത്തിക്ക് പുറകിലേക്ക് നിനക്ക് ചാടാൻ കഴിഞ്ഞാൽ നീയാണ് വലിയവനെന്ന് ഞാൻ സമ്മതിക്കാം. നീ പറയുന്നത് ഞാൻ കേൾക്കാം. വൂക്കോങ്ങിനെ ബുദ്ധൻ വെല്ലുവിളിക്കുന്നു. ബുദ്ധന്റെ ഈ വെല്ലുവിളി വൂക്കോങ് സ്വീകരിക്കുന്നു. വളരെ ദൂരം സഞ്ചരിക്കുന്നു, മലകൾ കടക്കുന്നു, പ്രപഞ്ചത്തിന്റെ ഒരറ്റത്ത് ചെല്ലുന്നു. അവിടെ ഒരു തൂൺ കാണുന്നു. അതിൽ വൂക്കോങ് ഒരു മാർക്ക് ചെയ്ത് തിരികെ ബുദ്ധന്റെ അടുത്ത് വരുന്നു. അപ്പോഴാണ് വൂക്കോങ്ങിന് മനസ്സിലാവുന്നത് ബുദ്ധന്റെ തള്ളവിരലിലാണ് താൻ മാർക്കിട്ടിട്ട് തിരിച്ചു വന്നതെന്ന്. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തമായി വൂക്കോങ് ഒരു മലയിൽ 500 വർഷം തടവിലാക്കപ്പെടുന്നു. മോങ് ടാങ് എന്ന് പറയുന്ന സന്യാസിയുടെ വരവോടുകൂടി വൂക്കോങ് മോചിതനാകുന്നു. എന്തിനാണ് വൂക്കോങ്ങിനെ മോചിപ്പിച്ചത്? ബുദ്ധന്റെ ചില വേദങ്ങൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലായി കിടപ്പുണ്ട്. അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ടാങ് എന്ന് പറയുന്ന സന്യാസി ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ സമയത്ത് തന്റെ കൂടെ തന്റെ രക്ഷയ്ക്കായിട്ടാണ് വൂക്കോങ്ങിനെ കൂടെ കൂട്ടുന്നത്. പക്ഷെ വൂക്കോങ്ങിന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ വൂക്കോങ്ങിന് ഒരു കിരീടം കൊടുക്കുന്നുണ്ട്. ഈ കിരീടം സാധാരണ ഒരു കിരീടമല്ല. വൂക്കോങ്ങിനെ സന്യാസിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിരീടമാണ്. പോകുന്ന വഴിയിൽ ധാരാളം ദുഷ്ടശക്തികളെയും മറ്റു മന്ത്രവാദികളെയും വൂക്കോങ് കീഴ്പ്പെടുത്തുന്നുണ്ട്. സന്യാസിയുടെ കൂടെയുള്ള പടിഞ്ഞാറേക്കുള്ള യാത്ര വൂക്കോങ് വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധൻ വൂക്കോങ്ങിനെ മോചിപ്പിക്കുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടത് വൂക്കോങ് ആരാണെന്നുള്ള കഥയാണ്. ഇനിയാണ് ഗെയിമിന്റെ കഥ തുടങ്ങാൻ പോകുന്നത്. ഗെയിമിന്റെ തുടക്കത്തിൽ വൂക്കോങ്ങിന് നേരെ സ്വർഗത്തിലെ സെലസ്റ്റിയൽസ് വരുന്നു. എന്റെ ആശാൻ വളരെ സുരക്ഷിതനാണ്. പിന്നീട് ആ പുണ്യഗ്രന്ഥങ്ങളും വളരെ സുരക്ഷിതമാണ്. എനിക്കിനി വേണ്ടത് എന്റെ മലയിൽ എനിക്ക് സമാധാനമായി ജീവിക്കണം. നിങ്ങളെയും നിങ്ങളുടെ പുണ്യ നിയമത്തെയും അനുസരിക്കാതെ എനിക്ക് ജീവിക്കണം. മുകളിലുള്ളവർക്ക് എന്നെ മേതു തീരെ വിശ്വാസമില്ലെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളെയും ഈ വിഡ്ഢികളെയും അയച്ച് എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇനിയും പേടിച്ച് ജോലി ചെയ്യാനാണോ പറയുന്നത്? അതും എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്.
പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നെയും എന്റെ മക്കളെയും നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? എർലങ്ഷങ് എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഇവരെല്ലാം അണിനിരുന്നത്. എന്നാൽ തന്റെ മലകളിലെ സമാധാനപരമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. എന്നാൽ സ്വർഗത്തിലുള്ളവരെ സംബന്ധിച്ച് അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ഇത്. മലകളിലെ സമാധാനമായ ജീവിതം വൂക്കോങ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ഇനി സാധ്യമല്ല. സ്വർഗത്തിലെ മുഴുവൻ ആൾക്കാരും വൂക്കോങ്ങിനെതിരെയായി മാറി. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പടയെ വൂക്കോങ് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നത്. തുടർന്നുണ്ടാവുന്ന ആ വലിയ യുദ്ധത്തിൽ വൂക്കോങ്ങിനെ ഒന്ന് തൊടാൻ പോലും ആ വലിയ ഒരു പടയ്ക്ക് സാധിക്കുന്നില്ല. വൂക്കോങ്ങിന്റെ ശ്രദ്ധ ഒന്ന് മാറിയ സമയത്ത് എർലങ്ഷങ് ബുദ്ധന്റെ മാന്ത്രിക കിരീടം വൂക്കോങ്ങിന്റെ തലയിൽ അണിയുന്നു. ഈ കിരീടം അണിഞ്ഞു കഴിഞ്ഞാൽ വൂക്കോങ്ങിന് കടുത്ത തലവേദനയുണ്ടാവും. ഈ കടുത്ത തലവേദന വൂക്കോങ്ങിന് ബലഹീനതയായി മാറുന്നു. അത് മനസ്സിലാകുന്ന എർലങ്ഷങ് വൂക്കോങ്ങിനെ ആക്രമിച്ചു വീഴ്ത്തുന്നു. വീണ സ്ഥലത്ത് നിന്ന് വൂക്കോങ് 6 ഓർമ്മച്ചെപ്പുകളായി വിഭജിക്കപ്പെടുന്നു. വിഭജിക്കപ്പെട്ട 6 ഓർമ്മച്ചെപ്പുകൾ 6 ആൾക്കാരാൽ സംരക്ഷിക്കപ്പെടുന്നു. അവ തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൂക്കോങ് പുനർജനിക്കുമെന്ന് വാനരക്കൂട്ടം വിശ്വസിച്ചു. കുറെ പേരെ അവർ അയച്ചിരുന്നു. പക്ഷെ പോയവരാരും തിരികെ വന്നില്ല. എന്നാൽ വർഷങ്ങൾക്കു ശേഷം വാനരക്കൂട്ടങ്ങളിൽ നിന്നും അവർ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അവനാണ് ഈ ഗെയിമിന്റെ ഹീറോ. ഇവിടെ നിന്നാണ് ഹീറോ തന്റെ യാത്ര ആരംഭിക്കുന്നത്. പോകുന്ന വഴിയിൽ വലിയൊരു കാട്ടിൽ വെച്ച് ഹീറോ ഒരു മർമ്മ മനുഷ്യനെ കാണുന്നു. അദ്ദേഹമാണ് ഹീറോയ്ക്ക് ഓർമ്മച്ചെപ്പുകൾ ശേഖരിക്കാനുള്ള കുടുക്ക കൊടുക്കുന്നത്. വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ പേരില്ലാത്ത ആത്മാക്കളെ നീ കണ്ടോ? അവരെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ തന്ന മാന്ത്രിക കൊടുക്ക വലുതായി ഉപകാരപ്പെടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ ഞാൻ തരുന്ന മുറിയ മാന്ത്രിക പെട്ടി നിന്നെ തീർച്ചയായും സഹായിക്കും. ആ ആത്മാക്കളെ ശരിയാക്കി അവർക്കൊരു വഴി കാട്ടിയാൽ അവർ സ്വതന്ത്രമാകും. ഞാൻ അങ്ങനെ ചെയ്താൽ നിനക്കത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ശക്തി ഇരട്ടിയായി മാറി. ഈ മന്ത്രപ്പെട്ടി സാധാരണമെന്ന് തോന്നും, പക്ഷേ ഇത് വഴിതെറ്റിയവരെ രക്ഷിച്ച് നേരായ വഴിയിൽ അവരെ നടത്തും. ഒന്നാമത്തെ ഓർമ്മച്ചെപ്പ് തേടിയുള്ള യാത്രയിൽ ഹീറോ ആദ്യം എത്തുന്നത് ആരും ഉപയോഗിക്കാത്ത പഴയ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ വെച്ച് ഹീറോ ഒരു വിചിത്ര മനുഷ്യനെ കാണുന്നു. അവന്റെ പേരാണ് എൽഡർ ജിൻജി. വന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്ന് അറിയാതെ എൽഡർ ജിൻജി നമ്മുടെ ഹീറോയെ ആക്രമിക്കുന്നു. തിരിച്ച് ഹീറോയും ആക്രമിക്കുന്നു, വീഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് ഇയാളുടെ സുഹൃത്തായ ബ്ലാക്ക് വിഡ് കിങ് 500 വർഷങ്ങൾ ഞാൻ ഈ ക്ഷേത്രം വീണ്ടും പണിതുയർത്തി. ഇപ്പോൾ ഇത് പഴയതിനേക്കാൾ വലുതാണ്. ആ തീയിൽ എരിഞ്ഞടങ്ങിയ സന്യാസിമാരെല്ലാം ഈ കറുത്ത കാറ്റുള്ള മലയിൽ ഇപ്പോഴും പ്രേതങ്ങളായി അലഞ്ഞു തിരിയുന്നു. അവർക്ക് ഞാനാണ് സമാധാനപരമായ വിശ്രമം നൽകിയത്. കത്തിപ്പോയ ആ പുണ്യഗ്രന്ഥങ്ങൾ പോലും ഞാൻ ഓരോന്നായി ശരിയാക്കിയെടുത്തു. എനിക്ക് അപ്പോഴേ എല്ലാം അറിയാമായിരുന്നു. നീ വരുമെന്ന് എനിക്കപ്പോഴേ അറിയാമായിരുന്നടാ. ഇയാളുടെ കയ്യിലാണ് വൂക്കോങ്ങിന്റെ ഒന്നാമത്തെ ഓർമ്മച്ചെപ്പ് ഉള്ളത്. ഒന്നാമത്തെ ഓർമ്മച്ചെപ്പ് ഇവന്റെ കയ്യിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവനെ ആക്രമിക്കുന്നു. അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടെങ്കിലും പിന്നാലെ പോയി ആക്രമിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് ആ ഓർമ്മത്തിന്റെ ശക്തി അവൻ ഉപയോഗിക്കുന്നത്. വലിയൊരു കരടിയായി മാറുന്നു. എങ്കിലും പിന്മാറാതെ നമ്മുടെ ഹീറോ ആ കരടിയോട് പൊരുതി ജയിക്കുന്നു. പരാജയപ്പെട്ട കരടി പറയുന്ന കാര്യം ഇങ്ങനെ: എന്നോട് ക്ഷമിക്കൂ ഇളയ ഗുരുവേ.
ദയവായി എന്നോട് കരുണ കാണിക്കൂ. ഞാൻ ദേവലോകത്തിന്റെ വെറും ഒരു കളിപ്പാവം മാത്രമാണ്. വേറെ വഴിയുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തെ മുഴുവൻ വിറപ്പിക്കുന്ന നിങ്ങളെ എതിർക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടാവുക? അവൻ പറയുന്നതും സത്യമാണ്. അവൻ എത്രത്തോളം ധൈര്യമുണ്ടായാലും മഹാഗുരുവിനെ വേദനിപ്പിക്കാനുള്ള ചങ്കൂറ്റം അവനില്ല. ഇതിന്റെ പിന്നിൽ വേറെ ആരും ഇരുന്ന് ചരട് വലിക്കുന്നുണ്ട്. ശരിയാണ്, ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഇതിന്റെ ശക്തി എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയില്ല. ചെറിയ ചെറിയ അസുരന്മാരെ പറ്റിച്ച് വഴിപാട് വാങ്ങാൻ മാത്രമേ ഇത് ഉപകരിക്കുന്നുള്ളൂ. നീ എന്നെ ഇപ്പോൾ ഒന്ന് ക്ഷമിച്ചു വിട്ടാൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്ത് ഈ സ്ഥലം വിട്ടുപോയിക്കോളാം. ഇതിനുശേഷം നിന്റെ കണ്ണിൽ ഞാൻ ഒരിക്കലും വരികയില്ല. അവൻ പറയുന്നതൊന്നും നീ കേൾക്കണ്ട. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോ. ആ മഹാജ്ഞാനിയുടെ അടയാളം തിരഞ്ഞു കണ്ടുപിടിക്കൂ. വൂക്കോങ്ങിന്റെ ഒന്നാമത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും ഒരു കിളി പുറത്തേക്ക് വരുന്നു. അത് ഹീറോയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നിരവധി അമ്പുകളേറ്റ് ഒരു സ്ഥലത്ത് വീണ് കിടക്കുന്ന നമ്മുടെ ഹീറോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ പയ്യെ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പാട്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തലയില്ലാത്ത ഒരു സന്യാസി അവിടെ നിന്ന് പാട്ട് പാടുന്നു. അദ്ദേഹം തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് നമ്മുടെ ഹീറോയുടെ മേത്തുള്ള അമ്പുകളെല്ലാം മായമാക്കി മാറ്റുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഹീറോ രണ്ടാമത്തെ ഓർമ്മച്ചിപ്പിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. പോകുന്ന വഴിയിൽ എലിയുടെയും കടുവയുടെയും രൂപമുള്ള വലിയ രണ്ട് രാക്ഷസന്മാരെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. ഒടുവിൽ രണ്ടാമത്തെ ഓർമ്മച്ചിപ്പ് കൈവശമുള്ള വിൻസ്ട്രോം സ്ലീജിനെ കണ്ടുപിടിക്കുന്നു. അവന്റെ കൈവശം വലിയൊരു തല ഉണ്ടായിരുന്നു. അയാൾ ആ തലയും ചുമന്ന് ഹീറോയെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഹീറോ അവനെ താഴെ വീഴ്ത്തുന്നു. അയാൾ താഴേക്ക് വീഴുമ്പോൾ നേരത്തെ കണ്ട സന്യാസി പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. താഴെ വീണ് കിടക്കുന്ന തലയെടുത്ത് തന്റെ ഉടലിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നു. ശേഷം ചില സത്യങ്ങൾ പറയാനായി അദ്ദേഹം തുടങ്ങുന്നു. ബുദ്ധന്റെ ഒരു അവതാരം തന്നെയായിരുന്നു. ബുദ്ധൻ തന്നെയാണ് ഈ രാക്ഷസനെ സൂക്ഷിക്കാൻ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. എന്നാൽ ഈ രാക്ഷസൻ ഓർമ്മച്ചപ്പിന്റെ ശക്തി ഉപയോഗിച്ച് സന്യാസിയുടെ തല വേർപെടുത്തി അത് തന്റെ കൈവശം വെക്കുകയും ചെയ്തു. ഹീറോയാണ് യഥാർത്ഥ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് മനസ്സിലായപ്പോൾ സന്യാസി രണ്ടാമത്തെ ഓർമ്മച്ചപ്പ് ഹീറോയ്ക്ക് കൈമാറുന്നു. തുടർന്ന് മൂന്നാമത്തെ ഓർമ്മച്ചപ്പിലേക്കുള്ള യാത്രയാണ്. ഇത് വളരെ തണുപ്പ് നിറഞ്ഞ മഞ്ഞു മൂടിയ ഒരു വഴിയാണ്. അവിടെ മരവിച്ച ഒരു നദിക്കരയിൽ ഒരു ക്ഷേത്രം ഹീറോ കാണുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ രൂപം ഇറങ്ങി വരുന്നു. It still recalls your scent.